എവിടെ പോയി என்ன ராமண்ணா சௌக்கியமா? பரவாயில்ல முதலாளி, உங்க கனவு தான் எனக்கு முக்கியம். நல்லா இருக்கு. ஓ அது இருக்கட்டே. ஜோலியெல்லாம் எப்படி இருக்கு? நடக்கும்ப தெரியுமா? ஆமா முதலாளி, கண்டிப்பா தீரும். അല്ല രണ്ടുപേരെ നീ ജോലിക്ക് കൂട്ടുന്ന പറഞ്ഞ് കൂട്ടിയില്ലേ? ആമങ്ക മുതലാളി. ഉള്ളവരുടെ കൂട്ടരാണോ? നല്ല അളകാന മനസ്സ്, തങ്കமான മനസ്സ്, നല്ലതേ ജോലി പെട്ടവൻ. ശരി ശരി, മഴക്ക് മുമ്പേ ജോലിയെ മുടിച്ചിട്ടു. പുരിയതാ? ആമങ്ക. ശരി ശരി. അല്ല അമ്മ, അതൊക്കെ എന്നോട് കാര്യം എന്താ ഗോപാലണ്ണ? അതൊക്കെ ക്ലിയറായിട്ട് സംസാരിച്ചു വന്നു. ഇതിന്റെ സുഖം നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. നമ്മ ശരീരത്തിൽ ഒരു കാറ്റൊക്കെ കിട്ടേണ്ടത്. പിന്നെ ഇതൊന്ന് ചൊറിയാൻ നല്ല സുഖല്ലേ ഇത്. അല്ല രാവണ, ഞങ്ങളവിടെ പണിക്കെടുത്ത് ഇങ്ങനെ കറങ്ങിയെടുക്കുക. പണി എടുത്തിട്ട് നമ്മുടെ താമസം വരെ കിടിക്കും. ഉച്ചയ്ക്ക് രാമണല്ലാത്തവന്റെ ഭക്ഷണം വിളമ്പി തന്നെ അതൊക്കെ അവൾ ചെയ്യും. നായില്ലെങ്കിലും അവൾക്ക് അത് കണ്ടിപ്പാ தெரியும். அதுக்கு தான் அவளை முத்துலட்சுமின்னு கூப்பிடுறேன். അല്ല ഇച്ചി എടുത്തേക്കാ പോയേ? நானும் போய் கல்யாணம். எனക്കൊന്നും പേടിക്കാനില്ല ചേട്ടാ. രണ്ട് ആനക്കുട്ടികളാ. ഒന്ന് മദ്രാസ്, ഒന്ന് കേളമ്പാക്ക. നല്ല തീട്ടാത്തൊന്നു, നല്ല കോഴി ബിരിയാണി. ഇയാളെന്തായി പറയുന്നേ? തീട്ടോ? ഇയാൾ തീട്ടാ തിന്നേ? തീട്ടല്ല ചേട്ടാ, സാപ്പാട് സാപ്പാട്. ചാപ്പാട്. കഥ പറഞ്ഞിട്ട് സമയം പോരാതില്ല, പണി അറിയണേ. നമുക്ക് സാധാ വേദനയൊക്കെ സഹിക്കുക ഗോപാലേട്ടാ. മനസ്സിന് സമാധാനമില്ല. പെണ്ണുങ്ങളെ ചവിട്ടിച്ച പോയ വലിയ രണ്ടാം പട്ടി അണ്ണ വളിയിലെ കുട്ടി ഇറക്കുന്നത് തെരിയാതാ. കുട്ടിയല്ല പൈസ ആവശ്യം പറയാൻ കേട്ടോ. ഞമ്മക്ക് ഇനി എന്താ ആവശ്യം? രണ്ട് പണിയില്ലേ, അതാ എനിക്ക് ഇനി ആവശ്യം. ഇതൊക്കെ സാധാരണ ഇതിലൊക്കെ ഒന്ന് ടെൻഷൻ അടിക്കാനാ. അവർക്ക് സ്വന്തം അണ്ണന്മാരിലാണ്. അല്ല സൈന, നീ ഇവിടെ ഉണ്ടല്ലോ. നമ്മള് തുണി വിരിക്കാൻ പിന്നാമ്പുറത്ത് പോയപ്പോ ഇപ്പഴത്തെ ചക്ക വെട്ടിട്ട പോലെ ഒരു ശബ്ദം. ഞമ്മള് തുണി വന്നപ്പോ ഇങ്ങനെ കിടക്കണേ. ഇതേപോലെ മയ്യത്തിന് കൂടെ വന്നേനെ.
ഗോപാലട്ടങ്ങൾക്ക് ഇത്രയ്ക്ക് വിവരില്ലേ? 2 കൈ വേണ്ടേട്ടോ വഴിയൊക്കെ. അല്ല സൗസർ എങ്ങനെ അതൊരു വലിയ കഥയാണ് ഗോപാലട്ടാ. ആരോടും പറയണ്ടോ. അണ്ണാ ലക്ഷ്മിയെ അന്റെ കെട്ടിയോട് പോയി ഇല്ലാത്തോണ്ട് പണിയെടുക്കണ ഒരു മൂടില്ലേനുട്ടോ. இங்க எங்கேயோ ஒரு கல்யாணம் ഉണ്ട് அதுக்கு போயതാ. അല്ല എനിക്ക് പെരുത്ത ഇഷ്ടാ. ഈ അണ്ണന്റെ അപ്പുറം ഈ ഷെഡ് കിടക്കുന്ന ആളല്ല. എനിക്ക് ബീബി ആയിപ്പോയി. അല്ല എന്നെ നിക്കാതെ വെച്ചാലും ഓ മമ്മൂക്ക് ഇങ്ങനെയൊക്കെ പറയും ചൊല്ലുവതല്ലാതെ ഒരു ഇനി അങ്ങനെയൊന്നും പറയല്ലോ മുത്തേ. ഇങ്ങനെ സ്നേഹം എന്താന്ന് ഞമ്മള് കാണിച്ചു തരാം. ചിപ്പാ എന്റെ കുഞ്ഞു മോൾ ആരോ വരുന്നുണ്ട്. നിന്റെ ഒരു കാര്യം രാവണൻ അറിഞ്ഞ ടൗസറിന്റെ ബാക്കിയും കൂടെ തീരും. അല്ല ഗോപാലട്ടാ, എന്റെ ഈ ടൗസർ കീറിയ വിവരം സേനബ എങ്ങനെ അറിഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവാതെ. നീ അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കേ എന്നാ ഞാൻ പിന്നെ കുളിമുറിയിൽ എത്തി നോക്കിട്ടാണ് എന്റെ കാര്യം പറയണേ. അത് പിന്നെ ആയതുകൊണ്ട് ഈ കാര്യം പറയും. കാര്യം പറയാനുള്ളതല്ല, കാണിക്കാനുള്ളതാ. അതല്ല, ഇതില് മൊബൈലിൽ കാണിക്കാനുള്ളതാ. എങ്ങനുണ്ട്? കണ്ട എങ്ങനെയുണ്ട്? ഇതെങ്ങനെ അറിയില്ല, ഇതിന് പറഞ്ഞിട്ടുണ്ട്. അതറിയാൻ വഴിയില്ല.